നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയിൽ ഒരു വിക്ടിമിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അങ്ങനെ വിക്ടിം ആവുന്ന ചില ക്രിയേറ്റേഴ്സിനെ കുറിച്ചിട്ടാണ് കൂടുതലായി ഫോക്കസ് ചെയ്തത്. എന്നാൽ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന യൂസേഴ്സ് എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാവരും നമ്മളുടെ സന്തോഷകരമായിട്ടുള്ള ചില നിമിഷങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുന്ന ആൾക്കാരാണ്. എന്നാൽ നമ്മളുടെ ആ ഒരു സന്തോഷം, ആ ഒരു പോസ്റ്റ് ഇട്ടിട്ട് അതിന്റെ കമന്റ് ബോക്സിലേക്ക് പോകുന്ന സമയത്ത് തീരാറുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഈ കാലയളവിൽ കാര്യമായി തന്നെ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് എന്ന് എല്ലാ ആൾക്കാരുടെയും ഡൗട്ടാണ്. ഒരു ക്രിയേറ്റേഴ്സും ഇല്ല, ഇൻസ്റ്റഗ്രാമിൽ ഒരു ക്രിയേറ്റേഴ്സും ഇല്ല മനസമാധാനത്തോടെ പോസ്റ്റ് ഇടുന്നത്. എത്ര മനോഹരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിലും അതിന്റെ കമന്റ് ബോക്സിൽ വളരെ മോശമായിട്ടുള്ള കമന്റുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു കമന്റുകളുടെ പിന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടീനേജിലുള്ള കുട്ടികളൊക്കെയാണ് കൂടുതലായിട്ടും ഏറ്റവും മോശമായിട്ടുള്ള കമന്റുകൾ ഇടുന്നത്. അതിനകത്ത് എല്ലാ ആൾക്കാരും വളരെ സീരിയസ് ആയിട്ട് നോക്കിക്കാണുന്നത് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ നിറഞ്ഞ ചില കമന്റുകളൊക്കെയാണ്. അത്തരത്തിലുള്ള ഒരു കമന്റിനെ കുറിച്ചിട്ട് ഒരു ക്രിയേറ്റർ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. അദ്ദേഹം ഒരു ആൺകുട്ടിയെ, ആ ഒരു കമന്റ് ഇട്ട ആൺകുട്ടിയെ കണ്ടെത്തുകയും അദ്ദേഹത്തിന്റെ ഫോട്ടോ ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഫോട്ടോ എന്ന് നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ആ ഒരു ക്രിയേറ്ററെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. ആ ഒരു വീഡിയോയിൽ പറയുന്ന പയ്യന്റെ പ്രായം എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ബ്ലർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ കാരണങ്ങളിലേക്കും വീഡിയോയിലേക്കും പൂർണ്ണമായി കിടക്കുന്നതിന് മുൻപ് നിങ്ങളിൽ നിക്ഷേപ അവസരങ്ങളൊക്കെ നോക്കി കാണുന്ന ആളുകൾക്ക് മെച്ചപ്പെട്ട ഒരു നിക്ഷേപത്തെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. മാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ നിക്ഷേപിച്ച് നല്ലൊരു റിട്ടേൺ ലഭിക്കുന്ന തരത്തിലേക്കുള്ള ഒരു NFO ലോഞ്ച് ആയിട്ടുണ്ട്. ആദിത്യ ബിർള സൺ ലൈഫ് നിഫ്റ്റി ആൽഫ 50 ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഫണ്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കൊടുക്കുന്ന പണത്തിന്റെ ഒരു ഭാഗം നിഫ്റ്റി ആൽഫ 50 കമ്പനികളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ ഒരു ഭാഗം നിങ്ങളുടെ ആ ഒരു ഫണ്ട് സേഫ് ആക്കാൻ വേണ്ടി ഉള്ള മാർഗങ്ങളിലാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിരിക്കും, എന്നാൽ റിട്ടേൺ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം. 10 രൂപയാണ് ഈ ഫണ്ടിന്റെ NAV. ജൂൺ 30 വരെ മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിക്ഷേപിക്കാനായിട്ടുള്ള അവസരമുള്ളത്. നിഫ്റ്റി ആൽഫ ഇൻഡെക്സ് ഫണ്ടിന്റെ കഴിഞ്ഞ 5 വർഷത്തെയും 10 വർഷത്തെയും ഒരു ഗ്രോത്ത് റേറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷത്തിൽ അത് 30.4%, 10 വർഷത്തിലേത് 26.8%. സിമ്പിളായി പറഞ്ഞാൽ 2014 നിഫ്റ്റി ആൽഫ ഇൻഡെക്സിൽ നിങ്ങൾ 1 ലക്ഷം രൂപ നിക്ഷേപിക്കുകയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് 10 ലക്ഷം രൂപയായി വർദ്ധിച്ചേനെ. 86,161 കോടി AUM ഉള്ള വളരെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ് ആദിത്യ ബിർള സൺ ലൈഫ്. NRIs ഒക്കെ മാസം 18,000 രൂപ വെച്ച് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കോടി വരെയാണ് റിട്ടേൺ ആയി കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകൾക്കും ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്കും വേണ്ട ലിങ്കും മറ്റു കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. ഇനി ടോപ്പിക്കിലേക്ക് തിരികെ വന്ന് മുന്നേ പറഞ്ഞ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. സ്ക്രോൾ ചെയ്ത് ഈ കാണുന്ന പയ്യനെ ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിന് താഴെയായിട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് ഇൻബോക്സിൽ അയച്ചതാണ് ഈ പയ്യൻ മെസ്സേജ്. ഞാൻ കാണിച്ചതാ. എനിക്ക് വായിക്കാൻ തന്നെ കൊള്ളത്തില്ല, അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയാ, അത്രയും വൃത്തിയായിട്ട ഭാഷയിലാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ഞാൻ ആദ്യത്തെ 1-2 മെസ്സേജ് പോട്ടെ എന്ന് ചോദിച്ചു. പിന്നെയും സഹിക്കാൻ പറ്റാത്ത അത്രയും മോശം വാക്കുകളായപ്പോ ഞാൻ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോ ചെറിയൊരു പയ്യൻ, ഒരു 10 പ്ലസ് 2 ഒന്നും ഇല്ല, ചെറിയൊരു പയ്യൻ സ്കൂൾ യൂണിഫോമിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന. നമ്മൾ അത്ര റിപ്ലൈ കൊടുക്കാണ്ട് വിട്ടിട്ട് പോലും വൃത്തികെട്ട വാക്കുകളാണ് അവൻ ഉപയോഗിച്ച് മെസ്സേജ് അയക്കുന്നത്. അപ്പൊ ഈ പയ്യൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിലും ഒന്ന് പറയാം. കാരണം ഇവന്റെ വീട്ടിൽ എന്തായാലും ഇവന്റെ അമ്മയോ പെങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരൊക്കെ അവൻ ഏത് കണ്ണിൽ കൂടെ കാണുന്നത്, അവരോടൊക്കെ അവന്റെ ബിഹേവിയർ എന്താന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. ഒരു പരിചയമില്ലാത്ത എനിക്ക് ഇത്രയും മോശമായിട്ടുള്ള മെസ്സേജ് അവൻ അയക്കെങ്കിൽ അവന്റെ ഈ അമ്മേനോടും ബാക്കി വീട്ടിലെ സഹോദരങ്ങളോടൊക്കെ അവരെങ്ങനെ പെരുമാറുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പത്തെ ജനറേഷൻ കുറെ തലതിരിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത്ര ചെറുതിലെ ഇത്ര മോശമായിട്ട് പോകണപ്പോ സത്യം പറഞ്ഞാൽ വിഷമവും വരുന്നുണ്ട്. കാരണം നമ്മുടെ ഒരു ചെറിയ അനിയൻ അത്രയും നമ്മുടെ മക്കളുടെ അത്രയും പ്രായമാവുന്നുള്ള ആ കുട്ടിക്ക്, ആ കുട്ടി ഇത്തരത്തിൽ ഇത്രയും മോശമായിട്ട് മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് കണ്ടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ഇടുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ ഞാൻ റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടില്ല. ഇപ്പൊ ഒത്തിരി പേര് നമുക്ക് അറിയാത്ത ഇങ്ങനത്തെ മോശം വാക്ക് വെച്ച് മെസ്സേജ് അയക്കും. പക്ഷെ കുറച്ച് വലിയവരൊക്കെ ആയിരിക്കും. ഞാൻ പിന്നെ പോട്ടെ നിൽക്കും, വെറുതെ ഒരു പ്രശ്നം പിടിക്കേണ്ട വെച്ചത്. ഇത് പക്ഷെ ഒരു ചെറിയ പയ്യനാണ്. ഇവൻ കുറച്ചും കൂടി വലുതാവുമ്പോ എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു പരിചയമില്ലാത്ത എനിക്ക് അവൻ ഇങ്ങനത്തെ മെസ്സേജ് അയച്ചെങ്കിൽ നാളെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് നമ്മളിപ്പോ കാണുന്ന പോലെ ബസ്സിലും കാര്യത്തിലൊക്കെ കയറിയിട്ട് ഓരോ പെണ്ണുങ്ങളോട് എങ്ങനെ പെരുമാറുന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. നല്ല മോശം പെരുമാറ്റമായിരിക്കും ഇവന്റെ. അപ്പൊ ആർക്കെങ്കിലും ഇപ്പൊ അതിനറിയില്ല ഒന്ന് പറയാം. ഇതെന്തായാലും ഇവരുടെ പാരന്റ്സിന്റെ അടുത്ത് എത്തിക്കണം തന്നെയാണ് എന്റെ ആഗ്രഹം.
വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പയ്യൻ അണ്ടർ 18 ആണോ എന്നുള്ള നല്ല ഡൗട്ടുണ്ട്. ഈ 18-ൽ താഴെയുള്ള ആണിനെയും പെണ്ണിനെയും ഒക്കെ കുട്ടിയായിട്ട് തന്നെയാണ് നമ്മുടെ നിയമ സംവിധാനം നോക്കി കാണുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുമായി ഇടപെടുന്ന സമയത്ത് നമ്മൾ ചില പ്രിക്കോഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇത് സൈബർ ഇടത്തിലെ ഒരു അതിക്രമമായതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഒരു പിക്ചർ ഒന്നും അറിയില്ല. ഇപ്പോൾ പല കുട്ടികളും അവരുടെ സുഹൃത്തുക്കളുടെ പേരിലൊക്കെ ഇങ്ങനെയുള്ള അക്കൗണ്ടുകളൊക്കെ എടുക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടും സ്വന്തം ഫോട്ടോയും അതേപോലെ തന്നെ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒരു ഐഡി ഉണ്ടാക്കി അങ്ങനെ സ്ഥിരമായി ആളുകൾ ഇത്തരത്തിൽ മോശമായിട്ടുള്ള ഒരു പെർവേഷൻ കാണിക്കുന്ന രീതിയില്ലാത്തതുകൊണ്ടും നമുക്ക് ഇതിനകത്ത് കുറേയധികം പ്രശ്നങ്ങളുണ്ട് ഓപ്പണായിട്ട് പറയുന്നതിൽ. പക്ഷേ ആ ഒരു മെസ്സേജ് വായിക്കുന്ന സമയത്ത് കടുത്ത സെക്ഷൽ പെർവേഷനാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പോൺ വീഡിയോസ് കാണുന്ന 3 രാജ്യങ്ങളിൽ മൂന്നാമത്തേതാണ് ഇന്ത്യ. അത്രയധികം ആളുകൾ ഇവിടെ കാണുന്നുണ്ട്. ഓരോ വർഷം കൂടുന്ന സമയത്തും ആ ഒരു ശതമാനത്തിൻ്റെ നിരക്ക് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. കോവിഡിന് ശേഷമൊക്കെ കാര്യമായി തന്നെ അത് കാണുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ ഒരു ആർട്ടിക്കിളിൽ വായിക്കാനായിട്ട് ഇടയായി. ഇന്ത്യയെക്കുറിച്ച് എപ്പോഴും ആളുകൾ പറയുന്നത്, പറയാൻ ആഗ്രഹിക്കുന്നത്, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബ ബന്ധങ്ങളുടെ, വ്യക്തിബന്ധങ്ങളുടെ ഊഷ്മളത ഉള്ള ഒരു സ്ഥലം എന്നുള്ളതാണ്. ഇത്രയധികം രസകരമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളും ദാമ്പത്യ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ പോൺ അഡിക്ഷൻ കാര്യമായിട്ട് തന്നെ കൂടുന്നത്? പല ആളുകളും അവരുടെ വ്യക്തി ജീവിതത്തിൽ, ദാമ്പത്യ ജീവിതത്തിൽ, ലൈംഗിക ജീവിതത്തിലൊക്കെ അതൃപ്തരായതുകൊണ്ട് തന്നെയാണ് ഈ പോൺ കൺസ്യൂമിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടുന്നത്. ഇനി ഇൻസ്റ്റഗ്രാമിലേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇൻസ്റ്റഗ്രാമിൽ കാര്യമായി തന്നെ ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ ഉണ്ടാവുന്നത്? ഇൻസ്റ്റഗ്രാമിൽ എന്തും പറയാൻ എല്ലാ ആളുകൾക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ആളുകൾ ഓരോന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ നാട്ടിലെ ഒരു സെലിബ്രിറ്റിയാണ്. അപ്പോൾ ഒരു സ്ത്രീ ഒരു കാറ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഒരു വീട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് താഴെ വരുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും സ്ലട്ട് ഷെയിമുകളായിട്ട് മാറുന്ന ഒരു കാലമാണ്. ഇത് നീ ഇന്ന പൈസ കൊണ്ട് വാങ്ങിയതായിരിക്കും, നീ അവിടെ പോയത് ഇതിനല്ലേ, ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശമായിട്ടുള്ള കമൻറ്റുകളാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പെൺകുട്ടി പറയുന്നത് പോലെ ന്യൂ ജനറേഷൻ്റെ പ്രശ്നമാണോ? അല്ല, പണ്ടും ആളുകളുടെ മനസ്സിൽ ഇതൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പറയാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയ സമയത്ത് ന്യൂ ജനറേഷനും ഓൾഡ് ജനറേഷനും ഒക്കെ എല്ലാവരും കൂടെ ഒന്നിച്ചങ്ങോട്ട് പറയുകയാണ്. ഈ ഒരു ഓൾഡ് ജനറേഷൻ്റെ മക്കൾ തന്നെയാണല്ലോ ന്യൂ ജനറേഷൻ. ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ്റെ കാര്യത്തിൽ പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയ എല്ലാ സംഗതികളും നമുക്ക് ഇവിടെ ഉണ്ട്. ഇൻസ്റ്റഗ്രാമിലേക്ക് വീണ്ടും വരേണ്ടതുണ്ടല്ലോ. ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു സാധ്യതയും ഇൻസ്റ്റഗ്രാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തികളിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ വേറെ വലിയ കാര്യമായിട്ടുള്ള കണ്ടന്റിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. എപ്പോഴും ഏതെങ്കിലും ഒരു വ്യക്തി ഉൾപ്പെട്ടിട്ടുള്ള വീഡിയോസ്, ഫോട്ടോസ് എന്നിവയാണ് ഈ ഒരു ഫീഡുകളിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെടുന്നത്. അതേപോലെ പല ആളുകളും കൂടുതൽ സ്വകാര്യത എന്നുള്ള രീതിയിൽ തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കാറുണ്ട്, സന്തോഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന റീലുകൾ എന്തൊക്കെയാണ്? കപ്പിൾ റീലുകളുണ്ട്. കഴിഞ്ഞ ദിവസം ആ ഒരു വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണല്ലോ സംസാരിച്ചത്. ഏറ്റവും ട്രെൻഡിങ് അതാണ്. ഇപ്പോൾ ടീനേജിലുള്ള കുട്ടികളൊക്കെ പെട്ടെന്ന് വൈറലാവാൻ വേണ്ടി ഒരു സുഹൃത്തിനെ കൂട്ടി ഒരു ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ മറ്റേ എന്താ പറയുന്നത്, ബിഗ് ബോസിൻ്റെ ഒക്കെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കപ്പിൾ കോംബോ ഒക്കെ ഉണ്ടാക്കി ആളുകളുടെ മുൻപിൽ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ആ ഒരു റീൽസിന് നല്ല സ്വീകാര്യതയുണ്ട്. എന്തോ ഈ ആൺപെൺ സൗഹൃദങ്ങളെ വല്ലാതെ ആകാംക്ഷയോടെ, കൗതുകത്തോടെ നോക്കി കാണുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അത് ടീനേജേഴ്സിലും ഉണ്ട്, യങ്സ്റ്റേഴ്സിലും ഉണ്ട്, പഴമക്കാരിലും ഉണ്ട്. പിന്നീട് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന കണ്ടന്റുകൾ എന്താണ്? കണ്ടന്റ് അല്ല, അല്ലെങ്കിൽ വിഷ്വലുകൾ എന്താണ്? സെൽഫ് ഒബ്ജക്റ്റിഫിക്കേഷൻ ആണ്. ഇപ്പോൾ ശരീരഭാഗങ്ങൾ പോസിറ്റിവിറ്റി കൊണ്ട് മാത്രം കാണിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലോ. ചിലയിടത്ത് റീസിന് വേണ്ടിയും അത്തരത്തിൽ ആളുകളുടെ ഒരു ഇൻട്രസ്റ്റിനെ ചൂഷണം ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഫോട്ടോസിനും വീഡിയോസിനും കാര്യമായി തന്നെ റീസ് കിട്ടാറുണ്ട്. അവിടെയും ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. ഈ 2 കാറ്റഗറിയുടെ സൈഡിൽ വരുന്ന വേറെ ചില സംഗതികളുണ്ട്. സെലിബ്രേഷൻ ഓഫ് റൊമാൻസ്, സെലിബ്രേഷൻ ഓഫ് റിലേഷൻഷിപ്പ്, സെലിബ്രേഷൻ ഓഫ് മാരേജ് റിലേഷൻഷിപ്പ്, സെലിബ്രേഷൻ ഓഫ് സെക്സ്. ഇതുമായി ബന്ധപ്പെട്ട കുറേയധികം റീലുകൾ ഈ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊരു പ്രത്യേക രീതി ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു പെണ്ണൊക്കെ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഒരു ചെറുക്കനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഭയങ്കര സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണല്ലോ. അവരുടെ ഏട്ടായി ഈശായനൊക്കെ ടിപ്പിക്കൽ മെയിൽ ഷോവനിസ്റ്റ് ബിഹേവിയറിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര സന്തോഷം നൽകുന്ന സംഗതിയാണ്. കാരണം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇശായനെ കുറിച്ചിട്ട് പുകഴ്ത്തിയിട്ടുള്ള കുറേയധികം റീലുകൾ, അല്ലെങ്കിൽ ഏട്ടായിയെ കുറിച്ചിട്ട് പുകഴ്ത്തിയിട്ടുള്ള കുറേയധികം റീലുകൾ നമുക്ക് ഫീഡുകളിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ഊഷ്മളത നാട്ടിലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കാണിച്ചാഘോഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രീതിയാണ്. അതിനകത്ത് ഒരു അസ്വാഭാവികതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര എന്തോ വലിയ സംഭവമാണ്. അത് സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്തോ ഒരു സംഗതിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി തരുന്ന സമയത്ത് ആൺകുട്ടികളോടാണ് അത് വലിയൊരു സംഭവമായിട്ട് വീഡിയോ ഇടാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? കാരണം അത് നോർമലാണ്.
എന്നാൽ നിങ്ങൾ അവർക്കൊരു ചായ എടുത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് റീലായിട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? അത് അബ്നോർമലായിട്ടാണ് കൺസിഡർ ചെയ്യപ്പെടുന്നത്. മൊത്തത്തിൽ പ്രശ്നബാധിത മേഖലയാണ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലൊക്കെ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതേപോലെ കപ്പിൾ റീലുകൾ എന്തുകൊണ്ടാണ് കാര്യമായി ശ്രദ്ധിക്കപ്പെടുന്നത്? ഇപ്പോൾ ബിഗ് ബോസിലൊക്കെ കണ്ടില്ലേ, നമ്മൾ മറ്റേ കപ്പിൾ കോംബോ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്തയത്. എന്തുകൊണ്ടാണ് അത് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്? അതും അസ്വാഭാവികമാണ്. ആൺപെൺ സൗഹൃദങ്ങളെ വളരെയധികം രൂക്ഷമായിട്ട് വിമർശനാത്മകമായിട്ട് നോക്കിക്കാണുന്ന ആളുകളാണ് നമുക്കിടയിലുള്ളത്. പിന്നീട് കപ്പിൾസിനിടയിലുള്ള സെക്സ് ടോക്സ്, സുഹൃത്തുക്കൾക്കിടയിലുള്ള സെക്സ് ടോക്സ്, അതുമായി ബന്ധപ്പെട്ട കോമഡികൾ കാര്യമായിട്ട് തന്നെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇതെല്ലാം നമുക്കെന്തോ ഭയങ്കരമായിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ ആളുകളെ കാണിക്കുകയും ഇതൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മളെന്തോ വിചാരിക്കുന്നത് ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തോ കാര്യം ചെയ്തു എന്നുള്ളതാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ നോർമലായിട്ട് നടത്തപ്പെടുന്ന ഒരു സംഗതിയാണിത്. ഇനി ഇതിൻ്റെ വേറൊരു സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഷെയറിങ്, ഈ ഒരു കെയറിങ്, ഈ ഒരു ലവ്, ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളുണ്ട്. ഒരു വലിയ മജോറിറ്റി, ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു വലിയ മജോറിറ്റി ഉണ്ട്. അതിലൊരു മൈനോറിറ്റിയാണ് ഇൻസ്റ്റഗ്രാമിൽ കണ്ടന്റ് ഇടുന്ന ആളുകൾ അല്ലെങ്കിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആളുകൾക്ക്. ബാക്കിയുള്ള ആളുകൾക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു സാധനമില്ല. അങ്ങനെ നിസ്സഹായരായിട്ടിരിക്കുന്ന ആളുകളുടെ ആ ഒരു വിഷമം, അവരുടെ ആ ഒരു നിരാശ, അത് കടുത്ത രീതിയിലേക്ക് വരുന്ന സമയത്താണ് ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റുകളായിട്ട് വരുന്നതും ഇത്തരത്തിൽ മെസ്സേജുകളായിട്ട് വരുന്നതും. പലപ്പോഴും ക്രിയേറ്റേഴ്സൊക്കെ എടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മളുടെ ചില സന്തോഷങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ തന്നെ അത് ഇരുന്നോട്ടെ. ഈ ആൺപെൺ സൗഹൃദങ്ങളെ വളരെ രൂക്ഷമായിട്ട് നോക്കിക്കാണുന്ന ഒരു സൊസൈറ്റിയിൽ നിന്നിട്ട് ഈ ആൺപെൺ സൗഹൃദങ്ങളെ റീലുകളിൽ കണ്ട് ആസ്വദിക്കുക എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു മജോറിറ്റി അത്രയധികം പറ്റുന്നൊരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം സെക്ഷൽ ഫ്രസ്ട്രേഷൻ ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ പോൺ കാണുന്ന രാജ്യങ്ങളിൽ മൂന്നാമത്തേതായിട്ട് നമ്മൾ മാറില്ലല്ലോ. ആ ഒരു ഫ്രസ്ട്രേഷനാണ് പലപ്പോഴും ഇൻബോക്സുകളിൽ ഇങ്ങനെയുള്ള മെസ്സേജുകളായിട്ട് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറൊരു സംഗതിയുണ്ട്. ഈ ഇൻസ്റ്റഗ്രാം വരുന്നു, 5G ആവുന്നു, അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള പ്ലാറ്റ്ഫോം വരുന്നു, നമ്മൾ കുറേയൊക്കെ മാറുന്നു, നമ്മളുടെ എട്ടായും ഏഷ്യാനും കാന്താരിയൊക്കെ മാറുന്നുണ്ട്. പക്ഷേ ഈ എല്ലായിടത്തും മാറ്റം വരുന്നില്ല. കാര്യമായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ടോ? മറ്റ് ജെൻഡേഴ്സിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്, എന്താണ് കൺസെൻറ്റ്, എന്താണ് പൗരബോധം, എന്താണ് ഒരു സമൂഹത്തിൽ കാണിക്കേണ്ട മര്യാദകൾ എന്നുള്ളതിനെ കുറിച്ചിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഇല്ല. ടെക്നോളജി മാത്രം അപ്ഡേറ്റഡ് ആവുന്നുണ്ട്, എന്നാൽ ആളുകളുടെ ചിന്താഗതി ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ്. അവർ വിചാരിക്കുന്ന എന്താണ്, സോഷ്യൽ മീഡിയയിൽ സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്ന, പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ആളുകളെല്ലാം എല്ലാവർക്കും ആക്സസിബിൾ ആണ്, അവരോട് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം. അങ്ങനെയുള്ള ഒരു ലൈസൻസ് തങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് പല ആളുകളും ഈ ഒരു കമൻറ്റ് ബോക്സിൽ കിടന്നിട്ട് അങ്ങോട്ട് ആറാടുന്നത്. ഈ കമൻറ്റ് ബോക്സിൽ ആറാടുന്ന ആളുകൾ എന്ന് പറയുന്നത് അവരുടെ ഒറിജിനൽ വേർഷനാണ്. ശരിക്കും പൊതുസമൂഹത്തിൽ അവരങ്ങനെ ആയിരിക്കില്ല, പക്ഷെ അവരുടെ ഫ്രസ്ട്രേഷൻ ഇറക്കി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഈ പയ്യൻ്റെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും ഒക്കെ ഉള്ള ഒരു ഐഡിയ ആണ്. പൊതുവെ അത്തരത്തിൽ കാണാറില്ല. എന്നാൽ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ കമൻറ്റ് ബോക്സിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന വർത്തമാനങ്ങൾ പറയുന്നത് നല്ല വ്യക്തമായിട്ടുള്ള പേരും അച്ഛൻ്റെ പേരും കൂടെ വെച്ചിട്ടുള്ള ഐഡിയയിൽ നിന്ന് തന്നെയാണ്. കാരണം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരുണ്ട്. അത് നോർമലായി മാറിയിരിക്കുന്നു. ഇൻസ്റ്റഗ്രാം, സോഷ്യൽ മീഡിയ, പേഴ്സണൽ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്ന സംഭവങ്ങൾ, ഇതൊക്കെ വരുന്നതിന് മുൻപ് നാട്ടിലൊക്കെ പൊതുവായി അനുവർത്തിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ആളുകൾ അവരുടെ സന്തോഷങ്ങൾ ആളുകളോട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. ആളുകൾ അവരുടെ പ്ലാനുകൾ ആൾക്കാരോട് പറയാതിരിക്കാൻ വേണ്ടി ശ്രമിക്കും. അവർ മറ്റേ അന്ധവിശ്വാസത്തിൻ്റെ രീതിയിലാണ് അത് നോക്കിക്കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ കണ്ണു വെച്ചാലോ, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അന്ധവിശ്വാസം മാറ്റി വെച്ചിട്ട് ആളുകൾ പാര വെച്ചാലോ, നാട്ടിലൊക്കെ കല്യാണമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മുടക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവുമല്ലോ. ഇതേ ഫ്രസ്ട്രേഷൻ തന്നെയാണ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ബസ്സും ട്രെയിനും പബ്ലിക് സ്പേസസും ഒന്നും സുരക്ഷിതമല്ലല്ലോ. പിന്നെ ഇൻസ്റ്റഗ്രാം മാത്രമായിട്ട് എങ്ങനെ നമുക്ക് സുരക്ഷിതമാക്കാൻ വേണ്ടി പറ്റും? ഇത് ലൈസൻസ് ഉള്ള ഒരു സ്ഥലമാണെന്ന് അവർ ചിന്തിക്കുകയാണ്. കടന്നു കയറാനായിട്ടുള്ള എല്ലാവിധ റൈറ്റും തങ്ങൾക്കുണ്ട് എന്ന് അവർ ചിന്തിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കപ്പിൾ റീലുകൾ, അല്ലെങ്കിൽ അവിടെയുള്ള കപ്പിള്, അതേപോലെ തന്നെ ആൺപെൺ സൗഹൃദങ്ങൾ, അതൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ മജോറിറ്റി ജെൻഡറുകൾ അവരുടെ സെക്ഷൽ ഓറിയന്റേഷൻ അനുസരിച്ച് മറ്റൊരാളോട് സൗഹൃദം വെച്ച് പുലർത്താനായിട്ടോ സംബന്ധിക്കാനായിട്ടോ ഉള്ള സാഹചര്യമില്ലാത്ത ആൾക്കാരാണ്. സമൂഹം അതിന് ഉള്ള അവസരം അവർക്ക് ഒരുക്കുന്നില്ല. അവരും കൂടെ അറിയാതെങ്കിലും പങ്കാളികളാവുന്ന സദാചാര പോലീസിംഗും ഇതിനിടയിൽ നടക്കുന്നുണ്ട്. സ്വാഭാവിക ജൈവഘടന അനുസരിച്ചിട്ടുള്ള യാതൊരുവിധ സമ്പർക്കവും സാധ്യമല്ലാത്ത ഒരു കൂട്ടം ആളുകളുടെ ഫ്രസ്ട്രേഷനും നമുക്ക് ഈ ഒരു ഇൻബോക്സിൽ വരുന്ന മെസ്സേജുകളുടെ റീസൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. ചെറിയ പയ്യനാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അദ്ദേഹത്തിനും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഒരു സമ്പർക്കത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിന് വേണ്ടി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും? ഈ ഒരു ഘട്ടത്തിൽ ടീനേജേഴ്സിനെങ്കിലും നമ്മൾ പെവേർഡ്സ് അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽസ് എന്നുള്ള രീതിയിൽ മാറ്റി നിർത്താതെ
അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു മര്യാദകൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു അതിക്രമങ്ങൾക്ക് പിന്നിൽ ഇൻസ്റ്റഗ്രാമിൻ്റെതായിട്ടുള്ള പ്രത്യേകിച്ച് രീതികളൊന്നുമില്ല, അത് പൊതുവായി സമൂഹത്തിലുള്ളത് തന്നെയാണ്. അവിടെ കുറച്ചും കൂടെ ആളുകൾ അവരുടെ ഒറിജിനൽ സ്വഭാവം കാണിക്കുന്നു എന്നുള്ളതാണ്. അവിടുത്തെ ക്രിയേറ്റേഴ്സും അവരുടെ ഒറിജിനൽ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. അവരുടെ സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ഷെയർ ചെയ്യുന്നത്. ഈ പട്ടിണി കിടക്കുന്നവൻ്റെ മുന്നിൽ പോയിട്ട് ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ അവന് എന്തായിരിക്കും ഉണ്ടാവുന്ന ദേഷ്യം, അത് തന്നെയാണ് ഇൻസ്റ്റഗ്രാം കമൻറ്റ് ബോക്സിലും ഇൻബോക്സിലും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ആളുകൾക്ക് സന്തോഷമില്ലെന്നേ, അവർ ഫ്രസ്ട്രേറ്റഡ് ആണ്. അപ്പോൾ അവരുടെ മുൻപിലേക്ക് നിങ്ങളൊരു റീലിൽ കൂടെ സന്തോഷം പങ്കുവയ്ക്കുന്ന സമയത്ത് അതിൻ്റെ ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാൻ, നമുക്ക് സന്തോഷം പങ്കുവയ്ക്കാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ സന്തോഷമൊക്കെ പങ്കുവെച്ചുകൊള്ളുക. പക്ഷേ ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു നിക്ഷേപ അവസരത്തെക്കുറിച്ചിട്ട് താല്പര്യമുള്ള ആളുകൾ മറക്കാതെ തന്നെ നോക്കേണ്ടതാണ്. 30-ാം തീയതി വരെ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു ന്യൂ ഫണ്ട് ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ നിക്ഷേപിക്കുന്ന തുക സേഫ് ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ മാർക്കറ്റ് പെർഫോം ചെയ്യുന്നതനുസരിച്ചിട്ട് നല്ല റിട്ടേൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ്സ് ഉണ്ട്, ATC 1010D അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ടാക്സ് ബെനിഫിറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിക്ഷേപിക്കാനായിട്ടും അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനും ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ട ലിങ്കും ബാക്കി കാര്യങ്ങളുമൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. നമ്മളുടെ ഇൻസ്റ്റഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് അഡീഷണലായി കൂട്ടിച്ചേർക്കാനുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. വീഡിയോ പൂർണ്ണമാവട്ടെ. നന്ദി.